ഇപ്പോൾ പുസ്തക പ്രകാശനം ഇവിടെ നടക്കുന്നതാണ്. എത്യോപ്യയിലും അമേരിക്കയിലും ദീർഘകാലം അധ്യാപകനായിരുന്ന ശ്രീ ജോൺ കുന്നത്ത് എഴുതിയ സ്വർഗീയ കാലാത്മ സൃഷ്ടിക്കുന്നതുവരെയോ എന്ന ശീർഷകമുള്ള പുസ്തകമാണ്. നമ്മുടെ വിശുദ്ധ കുർബാനയെപ്പറ്റിയുള്ള സാഹിത്യ ധ്യാന പഠനമെന്നാണ് ഉപശീർഷകം കൊടുത്തിരിക്കുന്നത്. വളരെ നല്ല ലളിതമായ ഭാഷയിൽ സാധാരണക്കാരെല്ലാം മനസ്സിലാകുന്ന വിധം എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. സൺഡേ സ്കൂൾ അധ്യാപകർക്കും മുതിർന്ന അധ്യാപകർക്കും അതുപോലെ നമ്മുടെ ആത്മീയ സംഘടനകളുടെ പ്രവർത്തകർക്കും ഒക്കെ സഹായമായേക്കാം ഈ പുസ്തകം എന്നുള്ള വിശ്വാസമുണ്ട്. ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സോപാന ഓർത്തഡോക്സ് അക്കാദമിയാണ്. നിങ്ങൾക്കറിയാം, വിശുദ്ധ അധ്യക്ഷനായി ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഒരു ഗവേഷണ പഠന കേന്ദ്രമാണ്. അതിന് രണ്ട് തരത്തിലുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇത് മൂന്നാമത്തേതാണ്. ഒന്ന് പോപ്പുലർ സീരീസിൽ നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് ആരാധന, വിശ്വാസം, സഭയുടെ പാരമ്പര്യം ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന രീതിയിലുള്ള പുസ്തകങ്ങൾ. രണ്ടാമത്തേത് ഗവേഷണ പഠനങ്ങളാണ്. ഇപ്പോൾ തന്നെ വളരെ സമർത്ഥനായ വിദ്യാർത്ഥി എറണാകുളത്ത് നിന്ന് ഗവേഷണ പഠനം ആരംഭിച്ചിട്ടുണ്ട്. യുവിലും ഒക്കെ കൺസൾട്ടന്റായിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഇപ്പോഴത്തെ സാമ്പത്തിക വികസനവും ആധ്യാത്മികതയും തമ്മിലുള്ള എങ്ങനെ ബന്ധപ്പെടുത്തണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഗവേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഇത് ഹ്രസ്വകാല ഗവേഷണമാണ്, ഷോർട്ട് ടൈം റിസർച്ചാണ്. 6 മാസത്തെ ഗവേഷണവും അതിനുശേഷം അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള പുസ്തകങ്ങളാണ് സോപാന അക്കാദമി പ്രസിദ്ധീകരിക്കുന്നത്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലുള്ള 5 സംഗമങ്ങൾ, ചർച്ചാ സംഘടനകൾ, പ്രബുദ്ധാവതരണങ്ങൾ ഇവിടെ നടന്നു. അതോടൊപ്പം മറ്റ് ആധ്യാത്മിക സത്സംഗങ്ങളും അതുപോലെ സന്യാസിമാർക്ക് വേണ്ടിയുള്ള ഒരു 2 ദിവസത്തെ സംഘടനകളും ഒക്കെ ഇതിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുകയുണ്ടായിരുന്നത് പലർക്കും അറിയാം. വിശുദ്ധ ബാബാജി വളരെ ശക്തമായി പിന്തുണ നൽകുകയും ഈ ആശ്രമം അതിനാവശ്യമുള്ള ഇൻഫ്രാസ്ട്രക്ചർ നൽകുകയും ചെയ്യുന്നതുകൊണ്ടാണ് മറ്റ് ഫണ്ടിങ് ഒന്നുമില്ലെങ്കിലും മുമ്പോട്ട് പോകുന്നത്. വളരെ നമ്മുടെ ഭാവിയിലേക്ക് നോക്കിക്കൊണ്ട് ഒരു ലീഡർഷിപ്പ് ട്രെയിനിങ് കൂടി ഇതിന്റെ പുറകിലുണ്ട്. വേദശാസ്ത്രവും ബന്ധപ്പെട്ട വിഷയങ്ങളും ഒക്കെ പഠിക്കുന്ന വൈദികരെയും അവൈദികരെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട്. അപ്പോൾ ഇതുവരെ നടന്ന പരിപാടികൾക്കൊക്കെ അറിയാം, സ്ത്രീകളും പുരുഷന്മാരുമായ അൽമായക്കാർക്ക് പ്രത്യേകമായ ഒരു സ്ഥാനത്ത് കൊടുക്കുന്നുണ്ട്. അവരുടെ സംഭാവനകൾ തിരിച്ചറിയുന്നതിന് പ്രസിദ്ധീകരിക്കുന്നതിനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഈ സമയത്ത് ബഹുമാനപ്പെട്ട ഡോക്ടർ ടി.ജെ. ജോഷുവ അച്ഛൻ ഈ പുസ്തകം വിശുദ്ധ ബാബാജിൽ ഏറ്റുവാങ്ങണമെന്ന് സദയം സമ്മതിച്ചിട്ടുണ്ട്. ജോൺ ടി. കുന്നത്തിന്റെ സ്വർഗീയ കാലാത്മ സൃഷ്ടിക്കുന്നത് പോലെയുള്ള പുസ്തകം വിശുദ്ധ ബാബാജിനെ പ്രകാശനം ചെയ്യുന്നത്. എല്ലാവരും സംസ്കാരങ്ങളിൽ നിന്ന്